പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 3 നാൾ കൂടി ബാക്കി. BJPക്കെതിരെ പുതിയ ബില്ലുകളിൽ വിമർശനം ശക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് മമതാ ബാനർജി. അതേസമയം കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിലൂടെ കളം നിറയാം എന്ന പ്രതീക്ഷയിലാണ് BJP PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ്, തമിഴ്നാട്ടിലേതിന് സമാനമായി കേന്ദ്രത്തിനെതിരെ ഈ ബില്ലുകൾ ഉൾപ്പെടെ പ്രചാരണായുധമാക്കുകയാണ് മമതാ ബാനർജിയും എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർച്ചയായി ഭരിക്കുന്ന സർക്കാരിനെതിരെ സ്വാഭാവികമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാകും. അത് ഈ കേന്ദ്ര വിരുദ്ധ നിലപാടുകളിലൂടെ മറികടക്കാം എന്ന് തന്നെയാണ് TMC പ്രതീക്ഷിക്കുന്നത്. ശക്തമായ പോരാട്ടമാണ് ഇത്തവണ ബംഗാളിൽ നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസും BJPയും വാശിയേറിയ പ്രചാരണം സംസ്ഥാനത്തുടനീളം നടത്തുന്നുണ്ട്. BJPക്ക് വേണ്ടി പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത്. അതിന് മുൻപുള്ള ദിവസമെല്ലാം കൃത്യമായി ബംഗാളിൽ തുടർന്നുകൊണ്ട് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. മറ്റ് ദേശീയ നേതാക്കളടക്കം ഇന്ന് സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഇതുകൂടാതെ തന്നെ BJP മുഖ്യമന്ത്രിമാരാണ് കൃത്യമായി ഈ പ്രചാരണ നടപടികൾ ഏകോപനം ചെയ്യുന്നത്. കാരണം BJPയുടെ ആഭ്യന്തര സർവേയിൽ 100-ലധികം സീറ്റുകൾക്ക് BJPക്ക് ഇത്തവണ ബംഗാളിൽ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഉണ്ടായിരുന്നത്. പ്രചാരണം കൂടുതൽ ശക്തമാക്കിയാൽ ബംഗാളിൽ അധികാരം പിടിക്കാമെന്നും BJP കണക്ക് കൂട്ടുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും അതുപോലെ തന്നെ ഈ ഭരണവിരുദ്ധ നിലപാടുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൃത്യമായ പ്രചാരണം BJP ആസൂത്രണം നടത്തിയത്. നുഴഞ്ഞുകയറ്റക്കാരെ തൃണമൂൽ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിമർശനം കൂടി BJP ബംഗാളിൽ ഉയർത്തുകയാണ്. ഇത് തടയാൻ വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും BJP ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ വനിതാ സംവരണ ഭേദഗതി ബില്ലടക്കം ഈ അവസാന ഘട്ടത്തിൽ പ്രചാരണ ആയുധമാക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, അതോടൊപ്പം തന്നെ അധികാരം പിടിച്ചെടുക്കുക എന്ന നീക്കമാണ് BJP നടത്തുന്നതാണ് തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. വനിതകൾക്ക് സംവരണമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യമാണ് ഇത്തരത്തിൽ BJP നീക്കം. മുൻപ് SIR നടത്തിയതും സമാനമായ ആവശ്യവും അല്ലെങ്കിൽ സമാനമായ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്നും തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. എന്തായാലും മമതാ ബാനർജി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഈ പ്രചാരണ വേളയിൽ അടക്കം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രി എത്തുക, ആ പ്രധാനമന്ത്രി മമതാ ബാനർജി വിമർശിക്കുക. തൊട്ടടുത്ത പൊതുസമ്മേളനത്തിൽ തന്നെ മമതാ ബാനർജി തിരിച്ച് പ്രധാനമന്ത്രിക്കെതിരെയും BJPക്കെതിരെയും ശക്തമായ വിമർശനം ഉയർത്തുക. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാണ്. കാരണം 23-നാണ് ബംഗാളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. പിന്നീട് രണ്ടാം ഘട്ടം ഏപ്രിൽ 29-നും നടക്കും. 21-ന് പരസ്യ പ്രചാരണം അവസാനിക്കാൻ പോകുക. അതേസമയം ശക്തമായൊരു തിരിച്ചുവരവിനാണ് CPIഎമ്മും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടികളും ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ കോൺഗ്രസ് 294 സീറ്റുകളിലും ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. ഇത്തവണ ഒരു സീറ്റ് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊന്നും സീറ്റ് ലഭിച്ചിരുന്നില്ല, അതിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നതാണ് കോൺഗ്രസും അതുപോലെ തന്നെ CPIഎമ്മും ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശക്തമായ പോരാട്ടത്തിന് തന്നെയാണ് ബംഗാളിൽ ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത്. ആർക്കും കൃത്യമായ ഒരു മുൻതൂക്കം ഇപ്പോൾ ബംഗാളിൽ പറയാൻ സാധിക്കില്ല. ദില്ല, അനു. ഇത് BJPയുടെ ബംഗാളിലെ പ്രതീക്ഷ നമുക്കറിയാം. BJP കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ തവണ കഴിഞ്ഞ അവസാന ഇലക്ഷനുകളിലൊക്കെയായി ബംഗാൾ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് നേരിട്ട് മുന്നിട്ടിറങ്ങുന്നത് അമിത്ഷായാണ്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള പ്രചാരണമാണ് ബംഗാളിൽ നടക്കുന്നത്. ഇത്തവണ ഈ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ, ഈ വനിതാ സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ബംഗാൾ പിടിക്കാമെന്നൊരു പ്രതീക്ഷ അത് തന്നെയല്ലേ BJPക്കുള്ളത്? ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP ആഭ്യന്തര സർവേ നടത്തിയിരുന്നു. ആഭ്യന്തര സർവേയിൽ 100-ലധികം സീറ്റുകൾ ബംഗാളിൽ ലഭിക്കുമെന്നതാണ് ഒരു വിലയിരുത്തലായി BJP നേതൃത്വം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ 100-ലധികം സീറ്റ് ലഭിക്കാമെന്ന ആദ്യഘട്ടത്തിൽ വരുമ്പോൾ പ്രചാരണം കൂടുതൽ ഊർജിതമാക്കിയാൽ ബംഗാളിൽ അധികാരം പിടിക്കാമെന്ന് തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രചാരണം അതിശക്തമാക്കണമെന്നും ഓരോ ബൂത്ത് തലങ്ങളിലുള്ള പ്രചാരണം ശക്തമാക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ത്രിതല പ്രചാരണ പദ്ധതികളായിരുന്നു BJP ബംഗാളിൽ ആസൂത്രണം ചെയ്തത്. പ്രധാനമായും ഈ പ്രമുഖ ക്യാമ്പയിനുകൾ, ഈ റോഡ് ഷോകളും അതുപോലെ തന്നെ മുഖ്യ പ്രചാരണ റാലികൾ നയിക്കുക പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥുമായിരുന്നു. അതേസമയം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നേരിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. കൃത്യമായി നേതാക്കൾക്ക് നിർദ്ദേശം നൽകുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ബൂത്ത് തലത്തിൽ ശക്തമായ ഒരു പ്രകടനം വേണമെന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഇതുകൂടാതെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ദേശീയ നേതാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ഇത്തവണ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകും എന്ന വിലയിരുത്തലിൽ തന്നെയാണ് BJP നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇതുകൂടാതെ തന്നെ ബംഗാളിൽ നുഴഞ്ഞുകയറ്റക്കാരെ തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹിന്ദു വോട്ടർമാരെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം നീക്കമെന്ന വിമർശനം കൂടി BJP ഉയർത്തിയിരുന്നു. രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ പ്രചാരണ റാലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൃത്യമായി ഒരു വോട്ട് ഏകീകരിക്കുക എന്ന ലക്ഷ്യം ഇതിലൂടെ BJP വയ്ക്കുന്നുണ്ട്. അതേസമയം മമതാ ബാനർജിക്കെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഉയർത്തുന്നത്. കാരണം ഹിന്ദു വോട്ടർമാർ സംസ്ഥാനത്ത് സുരക്ഷിതരല്ല അടക്കമുള്ള വാദങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന്
ഉണ്ടാകുന്നു. അതേസമയം ഇത്തരം വാദങ്ങൾ അത് BJP ഒരു വർഗീയ ചേരിതിരിവിനാണ് ശ്രമിക്കുന്നത് അടക്കമുള്ള വിമർശനങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതുകൂടാതെ തന്നെ ന്യൂനപക്ഷങ്ങളെ അടക്കം വലിയ രീതിയിൽ SIR നടപടികളിലൂടെ പുറത്താക്കിയെന്ന വിമർശനം കൂടി മമതാ ബാനർജി ഉയർത്തുന്നു. മുർഷിദാബാദിലടക്കം നിരവധി പേർക്ക് ഇത്തരത്തിൽ വോട്ട് നഷ്ടമായി എന്നതാണ് മമതാ ബാനർജി അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഭവാനിപൂരിലാണ് നിലവിൽ ഇത്തവണ മമതാ ബാനർജി മത്സരിക്കുന്നത്. ശക്തമായ ഒരു പോരാട്ടം ഈ മണ്ഡലത്തിലും നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം BJPയുടെ നേതാവായ സുവേന്ദു അധികാരിയാണ് ഇവിടെ മമതാ ബാനർജിയുടെ എതിർ സ്ഥാനാർത്ഥി എത്തുന്നത്. വലിയ വാദപ്രതിവാദങ്ങളും കഴിഞ്ഞ സുവേന്ദു അധികാരിയുടെ റാലിയിലടക്കം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമെല്ലാം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്തായാലും 23-ന് ആദ്യഘട്ടം നടക്കും, 29-നാണ് രണ്ടാം ഘട്ടം നടക്കുക. ആർക്കും കൃത്യമായ ഒരു മുൻതൂക്കം ഇത്തവണ പറയാൻ സാധിക്കില്ല. വാശിയേറിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ ബംഗാൾ സാക്ഷ്യം വഹിക്കുക. ദില്യ, അനു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.